ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ്. ഡിറ്റർമിനൻ്റ് ആണ് ഈ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഡിറ്റർമിനൻ്റ് ആണ് അവിടെ കാണാൻ പറഞ്ഞത്. ഡിറ്റർമിനൻ്റ് എങ്ങനെ നമ്മൾ ചെയ്യാം? 4×3 എങ്ങനെ നമ്മൾ ചെയ്യുക? 4×3 എന്താണ്? 12 ആണ്. ഇൻറ്റു ചെയ്ത നടുക്കിൽ മൈനസ് ആണ് കേട്ടോ. 2×1 2 എന്താണ്? 10 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്താണ്. 4×3 മൈനസ് 2×1 12 മൈനസ് 2 10 തന്നെ. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സ് ആണ് തന്നത്. ഓക്കെ, എയും ബിയും രണ്ട് മെട്രിക്സ്, സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കുക. എയും ബിയും രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. A+B ആണ് കാണാൻ പറഞ്ഞത്. A+B എങ്ങനെ നമ്മൾ ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നു. 2 + -3. അടുത്തതോ -1 + -1. അടുത്തതോ -3 + 3. നെക്സ്റ്റോ 4 + 2. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ 2 + -3 എൻ്റെ വാല്യൂ എന്താ? -1 ആണ്. -1 -1 അതിൻ്റെ വാല്യൂ -2 ആണ്. -3 + 3 ഒരു മൈനസും പ്ലസും വന്നാൽ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 3 കുറച്ച് 0 ആണ്. 4 + 2 6 ആണ്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യന് മാഗ്നിറ്റ്യൂഡ് കാണാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് ചോദിച്ചാലും മോഡുലസ് എന്ന് ചോദിച്ചാലും ലെങ്ത് എന്ന് ചോദിച്ചാലും ഒറ്റൊരു ആൻസറാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, i cap - j cap + 2k cap ആണ് ക്വസ്റ്റ്യൻ. i cap മാത്രമാണെങ്കിൽ അവിടുത്തെ നമ്പർ എത്രയാണ്? 1 ആണ്. -j cap ആണെങ്കിൽ അവിടുത്തെ നമ്പർ -1 ആണ്. 2 ആണ് പിന്നെ അടുത്ത നമ്പർ. നമ്മൾ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? √1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെയാണ്. -1 സ്ക്വയർ 1 തന്നെ. മൈനസ് നമ്പർ ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് വരിക? +1. 2 സ്ക്വയർ 4 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് √6 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അടുത്ത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. A.B എന്താണെന്ന് കാണണം. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ ചെയ്യുക? ആ നമ്പേഴ്സ് തമ്മിൽ ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടുത്തെ നമ്പർ എത്രയാണ്? 1 ആണ്. ഇവിടുത്തെ 3 ആണ്. അപ്പോൾ 1×3 A.B. ശ്രദ്ധിക്കുക, ഡോട്ട് എന്നിങ്ങനെ എഴുതണം. A.B = 1×3 പ്ലസ് അടുത്തതോ 2 × -1 പ്ലസ് അടുത്തതോ -3 × 2. ഈ ഒരു രീതിയിൽ ചെയ്യും. ഇത് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. നമുക്ക് ആൻസർ കിട്ടുന്നത് 1×3 പ്ലസ് 2 × -1 പ്ലസ് -3 × 2. 1×3 3 ആണ്. -1 × 2 -2 ആണ്. -3 × 2 -6 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -5 ആണ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യം. ഡിറ്റർമിൻ്റെ വാല്യൂ എന്താണെന്ന് വന്നിട്ടുണ്ട്? 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3×3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3×3 മെട്രിക്സിന് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ എന്തെടുക്കണം? 2 എടുക്കുക. 2 എടുത്ത് കഴിഞ്ഞാൽ 2 വരുന്ന കോളോ റോയും നമ്മൾ എടുക്കുക. അപ്പോൾ 2 വരുന്ന കോളോ റോയോ ഒഴിവാക്കിയാൽ ബാക്കി x5 - 1 2. അടുത്തത് -3 × 3 വരുന്ന കോളതാണ് റോയത്. ബാക്കി എന്താ ഉണ്ടാവുക? 2 5 3 2 പ്ലസ് അടുത്തതോ 5 × 5 വരുന്ന കോളതാണ് റോ ഇതാണ്. അത് കളഞ്ഞാൽ എന്താ ഉണ്ടാവുക? 2x3 - നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാണും. അതിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ 2 × x5 - 1 2. ആ രീതി എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? 0 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്രോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 × x × 2 2x ആണ്. x2 എഴുതരുത്. -1 × 5 -5 ആണ്. അപ്പോൾ മൈനസ് വന്നാൽ പ്ലസ് ആയതാണ് ഇവിടെ എഴുതി വെച്ചത്. അടുത്തത് -3 × 2 × 2 4 ആണ്. -3 × 5 15 പ്ലസ് 5 × 2 × -1 -2 -3 × x 3x ആണ്. ഈക്വൽ ടു എന്താണ്? 0 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ? ഫസ്റ്റത്തെ നമ്പറിൽ x ഉണ്ട്, രണ്ടാമത്തേൽ x ഇല്ല. അപ്പോൾ ഒരു നമ്പറും x വന്നിട്ട് അത് നമ്മൾ കൂട്ടി എഴുതാൻ പാടില്ല, സെവൻസിന് എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പുറത്ത് വരുന്ന ഈ നമ്പറിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2x 4x ആണ്. 2 × 5 10 ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും എന്താണ്? നമ്പേഴ്സാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? 4 - 15 എന്താണ്? -11 ആണ്. അപ്പോൾ -3 × -11 അതെന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് 33. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ അതെന്താവും? 33 നമുക്ക് കിട്ടും. ഇനി ഇവിടെ അതേപോലെ തന്നെയാണ് -2
-3x ഉണ്ട്. ഒരു നമ്പർ ഒരു വേരിയബിളാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ പുറത്തുള്ള നമ്പറിന് ഉള്ളിലോട്ട് വരും. 5 × -2 -10 ആണ്. 5 × -3x -50x. വാല്യൂ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 0 ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നമ്പർ അല്ലാത്തതും വേരിയബിളും ഒരു ഓർഡർ ആക്കാണ് നമ്മളടുത്ത് ചെയ്യുന്നത്. 4x -15x ഇതൊന്ന് ഓർഡർ ആക്കിയത്. 4x -15x എത്രയാണ്? -11x ആണ്. ചെറിയ നമ്പറിന് വലിയ നമ്പർ ഓർക്കുമ്പോൾ മൈനസ് വരും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 10 - 10 ഒരു പ്ലസ്സും മൈനസും ആണ്. അപ്പം 10 - 10 എന്താണ്, ക്യാൻസലായി പോകും. ബാക്കി എന്താ ഉള്ളത്, 33 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 4x -15x നമ്മൾ എന്ത് എഴുതി, അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ -11x എഴുതി. ഇത് രണ്ടും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്, 33 മാത്രമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് മാത്രം അവിടെ വയ്ക്കുക. എക്സ് വരുന്ന ടേം അവിടെ മാത്രം വയ്ക്കുക. +33 സൈഡ് മാറുമ്പോൾ എന്താവും, -33 ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, -11x = +33 സൈഡ് മാറുമ്പോൾ -33 ആവും. -11x = -33 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെച്ചത്. +33 = -33 എന്ന് കിട്ടും. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് -11x = -33. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടതല്ലേ. അപ്പോൾ അവിടെ എക്സ് മാത്രം വയ്ക്കാം. -33 ഇത് ഇൻറ്റു ആണ് അല്ലേ. -11 ഇൻറ്റു ആണ്. അതെന്താവും, ഡിവിഷനാണ്. എന്താണ്, 3 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു നമ്പറും ഒരു വേരിയബിൾ ആണെങ്കിൽ കൂട്ടി എഴുതരുത്. പുറത്ത് നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഇൻറ്റു ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, എക്സ് വരുന്ന ടേം ഒരുമിച്ച് ചെയ്യുക, നമ്പേഴ്സും ഒരുമിച്ച് ചെയ്യുക. എന്നിട്ട് എക്സ് വരുന്ന ടേം മാത്രം അവിടെ വയ്ക്കുക, നമ്പറിനെ സൈഡ് മാറ്റുക. സൈഡ് മാറുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്, എയും ബിയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, A × B ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഏതാണ് ഫസ്റ്റത്തത്, എ ആണ് ആദ്യത്തത്. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിന് എന്താ എടുക്കേണ്ടത്, റോയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, AB = ആ മെട്രിക്സിൽ എടുത്തെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. എയും ബിയും എടുത്തെഴുതുക. എന്നിട്ട് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ എടുക്കേണ്ടത്, രണ്ടാമത്തേൻ്റെ കോളം. ഓക്കെ ആണല്ലോ. എന്നിട്ട് എങ്ങനെ ചെയ്യുക, 3 × 1 ഈ നമ്പറും ഈ നമ്പറും, ഫസ്റ്റത്തേൻ്റെ റോ രണ്ടാമത്തേൻ്റെ കോളം. 3 × 1 + 2 × 0 +-1 × -1. അടുത്തതോ ഒരു ഫസ്റ്റത്തെ റോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ കോളം ചെയ്തു. ഫസ്റ്റ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം ചെയ്തു. ഇനി ഫസ്റ്റ് റോ വെച്ചിട്ട് രണ്ടാമത്തെ ഒരു കോളം ഇവിടെ കണ്ടില്ലേ, അതും കൂടി നമ്മൾ ചെയ്യണം. അത് നേരെയാണ് എഴുതേണ്ടത്, താഴെയല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, 3 × അപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ടുള്ളത് 3 × 1 + 2 × 0 +-1 × ഇതാണ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം. ഇതേപോലെ തന്നെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. അപ്പോൾ എന്താ വരിക, 3 × 2 + 2 × 3 +-1 × 4. ഇനി രണ്ടാമത്തെ ഒരു റോ കൂടി, അതാണ് താഴെ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത റോ എടുക്കുമ്പോൾ മാത്രമാണ് താഴെ എഴുതേണ്ടത്. എന്ത് വരും, 4 × 1 + 5 × 0 +-3 × -1. ഓക്കെ ആണല്ലോ. 4 × 1 + 5 × 0 +-. ഇതേപോലെ തന്നെ ഈ റോ വെച്ചിട്ട് അടുത്ത റോ ഇങ്ങനെ ഒരു 4 × 2 + 5 × 3 +-3 × 4 ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ എഴുതിയത്. മൾട്ടിപ്ലിക്കേഷൻ എഴുതിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, 3 × 1 എന്താ, 3 ആണ്. +2 × 0 0 × ഏത് നമ്പർ എന്താണ്, 0 ആണ്. +-1 × -1 പ്ലസ് ആണ്, +1 ആണ്. അപ്പോൾ നമുക്ക് 3 + 1 വരും, അത് 4 ആണ്. അതേപോലെ തന്നെ ബാക്കിയില്ലാതും 3 × 2 + 2 × 3 +-1 × 4. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4, 8, 7, 11 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. എയും ബിയും തന്നിട്ടുണ്ട്. നമ്മളോട് കാണിക്കാൻ പറഞ്ഞു A + B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസിനോട് ഈക്വൽ ആണോ എന്ന് തെളിയിക്കണം. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കാണും. ഓക്കെ, അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്,
കോളം ഉള്ളത് റോ ആയിട്ട് എഴുതിയാൽ ട്രാൻസ്പോസ്. ഓക്കെ, 4 3 ഉള്ളത് റോ ആയിട്ട് എഴുതിയാൽ ട്രാൻസ്പോസ്. 1 0 ഉള്ളത് റോ ആയിട്ട് അങ്ങനെയാണ് ടി എന്ന് വരുന്നതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്താൽ പഠിച്ചു. ഇപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്, അപ്പോൾ അതിൻ്റെയും ട്രാൻസ്പോസ് ചെയ്തു. ഇനി എന്താ കാണിക്കാൻ പറഞ്ഞേ? എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണെന്ന് തെളിയിക്കണം? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം എ പ്ലസ് ബി ചെയ്യാം. 4 + 2 എന്താ? 4 + 2 6 ആണ്. 1 + -1 എത്രയാണ്? 0 ആണ്. ഓക്കെ, 4 + 2 6 ആണ്. 1 + -1 0 ആണ്. അടുത്തതോ 3 + 4 7 ആണ്. 0 + 3 3 ആണ്. അപ്പോൾ എ പ്ലസ് ബി നീട്ടി. ഇനി അതിൻ്റെ ട്രാൻസ്പോസാണ്. ഇതാണ് എ പ്ലസ് ബി. എ പ്ലസ് ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എ പ്ലസ് ബി കിട്ടി. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് 6 7 0 3. അപ്പോൾ അതിൻ്റെ വാല്യൂ എ പ്ലസ് ബി ട്രാൻസ്പോസിൻ്റെ വാല്യൂ കിട്ടി. ഈ വാല്യൂ എന്തിനോട് ഈക്വൽ ആണെന്ന് നോക്കണം? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിനോട് ഈക്വൽ ആണെന്ന് നോക്കണം. അപ്പോൾ എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എ ട്രാൻസ്പോസ് 4 3 1 0 പ്ലസ് ബി ട്രാൻസ്പോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യും. 4 + 2 6 ആണ്. 3 + 4 7 ആണ്. 1 + -1 0 ആണ്. 0 + 3 3 ആണ്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഈക്വൽ ആണ്. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നിട്ട് എഴുതി വയ്ക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് കാണാനും എയും ബിയും തന്നിട്ടുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് കാണാനും അവർക്കിടയിൽ ആംഗിൾ കാണാനും ആണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഡോട്ട് ബി കാണണം. എന്ത് ചെയ്യണം? അവർക്കിടയിൽ ആംഗിൾ കാണണം. അപ്പോൾ ഡോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മാത്രം മതി. 6 × 2 പ്ലസ് -3 × 2 പ്ലസ് 2 × -1. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ടാണ്. എ ഡോട്ട് ബി ഇങ്ങനെയാണ് ചെയ്യുക. 6 × 2 എന്താണ്? 12 ആണ്. -3 × 2 -6 ആണ്. 2 × -1 2. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. നെക്സ്റ്റ് തീറ്റയാണ് കാണാൻ പറഞ്ഞത്. തീറ്റ കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ = നമ്മൾ പഠിച്ചിട്ടുണ്ട് cos ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. ഇതാണ് തീറ്റ കാണാൻ ഇക്വേഷൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ബിൻ്റെ വാല്യൂ 4 എന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മോഡുലസ് വാല്യൂസ് എന്താണെന്ന് നോക്കാം. മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോഡുലസ് കാണണം. ഇങ്ങനെയാണ് മോഡുലസ് എന്ന് എഴുതാം. മോഡുലസ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. √6 ² പ്ലസ് -3 ² പ്ലസ് 2 ² റൂട്ട് എന്ത് കിട്ടും? 49. അതിൻ്റെ വാല്യൂ എന്താണ്? 7 ആണ്. അടുത്തത് ഇതുപോലെ മോഡുലസ് ബി എന്ത് വരും? √2 ² പ്ലസ് 2 ² പ്ലസ് -1. ആൻസർ എന്ത് കിട്ടും? √9 കിട്ടും. ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ കൊടുക്കുക. കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി 4 കിട്ടി. ഇനി നിങ്ങൾക്ക് റൂട്ട് അറിയില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കോസ് ഇൻവേഴ്സ് √4 √49 √9 ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി. വാല്യൂ അറിയില്ലെങ്കിൽ റൂട്ട് അറിയില്ലെങ്കിൽ എ ഡോട്ട് ബി 4 കിട്ടി. മോഡുലസ് എ കിട്ടി √49. മോഡുലസ് ബി √9 കിട്ടി. ഇത്രയും എഴുതി വെച്ചാൽ മതി. ഫൈനൽ ആൻസർ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി റൂട്ട് അറിയെങ്കിൽ നിങ്ങളുടെ ഒന്നെങ്കിൽ ഇൻറ്റു ഇടണം. ഓക്കെ, അല്ലാതെ നേരിട്ട് അവിടെ 7 3 ഇങ്ങനെ മാത്രം എഴുതി വെക്കരുത്. 7 × 3 എന്താണ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്ക് ഡൺ കാണാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ അപ്ലിക്കേഷനാണ് വർക്ക് ഡൺ. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ഫോഴ്സസ്. ഇവിടെ എത്ര ഫോഴ്സസ്? കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് ഓൺ എ പാർട്ടിക്കിൾ ഡിസ്പ്ലേസസ് ഫ്രം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഡിസ്പ്ലേസ്ഡ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഡൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് ആക്ടിങ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളെങ്ങനെയാണ് വെക്റ്റേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഐ ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ 2i പ്ലസ് -i പ്ലസ് 2y. ഓക്കെ, 3 ഫോഴ്സസ് ഉണ്ട്. 3 ഒരുമിച്ച് എഴുതിയതാണ്. അത് ആഡ് ചെയ്യുമ്പോൾ 2 + 2 4 ആണ്. 4 - i 3i എന്ന് കിട്ടി. അതാണ് ഫസ്റ്റത്തെ ആൻസർ. ഓക്കെ, ഫസ്റ്റത്തെ 3i കിട്ടിയത് അങ്ങനെയാണ്.
ഇനി അടുത്തത് ജെ വരുന്നത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. -5j + 2j + 7j എന്താ -5j + 9j. ആൻസർ എന്താ 4j എന്ന് കിട്ടും. അതാണ് ഇവിടെ 4j വന്നത്. ഇനി അടുത്തതോ കെ വരുന്നത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. 6k - k. മൂന്നാമത്തെ ഫോഴ്സിൽ കെ ഇല്ല, അപ്പോൾ അതിനർത്ഥം അവിടെ 0 ആണ് കെ. അപ്പോൾ 6 - k എന്താ 5k എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് വന്നാൽ നെറ്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തും. അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് കാണണം. അതായത് എ ബി എന്താണെന്ന് നമ്മൾ കാണണം. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്താൽ നമുക്ക് എ ബി കിട്ടും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്നല്ല, സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് ഐ ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് മൈനസ് ചെയ്യും. 6i ഐ ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് മൈനസ് ചെയ്യുമ്പോൾ 6i - 4i. ആൻസർ എന്ത് കിട്ടി? 2i എന്ന് കിട്ടി. പ്ലസ് ആണ് ചെയ്യേണ്ടത്, ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പ്ലസ് ആണ് ചെയ്യേണ്ടത്. അടുത്തതോ j - -3j. ഇങ്ങനെയാണ് വരിക. ജെ ഇത് സബ്ട്രാക്ഷന് മൈനസാണ്, -3j. അപ്പോൾ മൈനസ് എന്താ പ്ലസ് ആണ്, +4j എന്ന് വരും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ കെ ക്യാപ്പിൻ്റെ ചെയ്യണം. അപ്പോൾ ഇവിടെ കെ ക്യാപ്പിൻ്റെ വരുന്നത് ഏതാ? -3k ക്യാപ്പ് -2k ക്യാപ്പ്. ഇത് സബ്ട്രാക്ഷൻ്റെ മൈനസാണ്, ഇതാണ് നമ്പറിൻ്റെ മൈനസ്. നമുക്ക് എങ്ങനെ കിട്ടും? -3k ക്യാപ്പ്, മൈനസും പ്ലസ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് -k എന്ന ആൻസർ കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് എ ബിയും കിട്ടി, ഇപ്പോൾ എഫും കിട്ടി. ഇനി F.ABG ചെയ്യുകയാണെങ്കിൽ 3 × 2 + 4 × 4 + 5 × -1 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 70 ന്യൂട്ടൺസ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വർക്ക് ഡൺ. വർക്ക് ഡൺ എങ്ങനെ കാണും? ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ എഫ് കിട്ടും. എ ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരണമെന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്താൽ എ ബി കിട്ടും. രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം, ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് എസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ക്രാമേഴ്സ് റൂൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റയും എക്സ് പറയുന്നത് എന്താണ്? എക്സും വൈയും സെഡും. എക്സ് എന്ന് പറയുന്നത് Δ1/Δ, വൈ എന്ന് പറയുന്നത് Δ2/Δ, സെഡ് എന്ന് പറയുന്നത് Δ3/Δ. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ്. ഇതിൽ ഡെൽറ്റ എന്താണെന്ന് കാണണം, Δ1 എന്താ കാണണം, Δ2 എന്താ കാണണം, Δ3 എന്താണെന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതണം? എക്സിൻ്റെ മുന്നിൽ നമ്പേഴ്സാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ വൈൻ്റെ മുന്നിൽ നമ്പേഴ്സും, മൂന്നാമത്തെ കോളത്തിൽ സെഡിന് മുന്നിൽ നമ്പേഴ്സുമാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റത്തെ നമ്പർ എടുക്കുക, ആ റോയും കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ ഈ നമ്പർ എടുക്കുക. ഈ നമ്പർ എടുത്തു കഴിഞ്ഞാൽ റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ഡിറ്റർമിൻ -2 × 2 കഴിഞ്ഞാൽ 2 വരുന്ന കോളം ഇതാണ്, റോ ഇതാണ് 3 1 1 2 മൈനസ് പ്ലസ് മൈനസ് വന്നാൽ മൈനസാണ്, അത് ഡയറക്റ്റ് അങ്ങോട്ട് മൈനസ് ചെയ്ത് വെച്ചതാണ്. അടുത്തതോ നാലാമത്തതാണ്, ഈ റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ട്? 3 1 1 -1. ഇനി ക്രോസ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ചെയ്തതാണ് ഈ മെത്തേഡിൽ. ഇനി അടുത്ത ക്രോസാണ് 1 × 2 2 തന്നെ, -1 × 1 +1 ആണ്. ഇനി അതേപോലെ തന്നെ 3 × 2 6 ആണ്, -1 × 1 1 തന്നെ, -1 × 3 × -1 -3 ആണ്, -1 × 1 ആക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. ഇനി ഇതാണ് ഡെൽറ്റ. ഇനി Δ1 എന്ന് പറയുന്നത് ഈ ഡെൽറ്റയത്തെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. Δ1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെൽറ്റയത്തെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കണം? ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന ആ നമ്പേഴ്സാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇക്വേഷനിൽ ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് ഏതാ? -3 4 6 അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. Δ1 ഫസ്റ്റത്തെ കോളത്തിൽ കൊടുക്കേണ്ടത്. രണ്ടാമത്തതും മൂന്നാമത്തതും ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെ എഴുതാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ നമ്പർ എടുക്കാം. ആദ്യത്തെ നമ്പർ വരുന്ന കോളവും റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റ് നമ്മൾ ചെയ്തതാണ്, അത് അങ്ങോട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി Δ2 എന്ന് പറയുന്നതോ Δ2 എന്ന് പറയുമ്പോൾ ഡെൽറ്റയത്തെ രണ്ടാമത്തെ കോളം മാറ്റിയിട്ട്
അവിടെ എന്ത് കൊടുക്കാം, ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന ഈ നമ്പേഴ്സ് തന്നെ കൊടുക്കാം. ഫസ്റ്റിനും സെക്കൻഡിനും മാറ്റില്ല. ഓക്കെ, അപ്പോൾ Δ3 എന്ന് പറയുമ്പോൾ ഏത് കോളം മാറ്റണ്ടേ, ഡെൽറ്റയത്തെ മൂന്നാമത്തെ കോളം മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക, ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന ആ നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഓരോന്നിനും നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോത്തിനും വാല്യൂ കിട്ടും. ഫസ്റ്റത്തെ ഡെൽറ്റേൻ്റെ വാല്യൂ -3 ആണ്, Δ1ൻ്റെ വാല്യൂ -3 ആണ്, Δ2ൻ്റെ വാല്യൂ 3 ആണ്, Δ3ൻ്റെ വാല്യൂ -6 ആണ്. അപ്പോൾ എക്സും വൈയും സെഡും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. Δ1 എന്താ കിട്ടിയത്, -3 ആണ് ബൈ -3. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഇതാണ് എസ്എ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈ മെത്തേഡ് ഇനി പറയേണ്ടതെന്ന് നമ്മൾ കുറേ ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എടുത്ത് ആ റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കി ഓക്കെ സ്റ്റെപ്പുകൾ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോവുക. ഫൈനൽ ആൻസർ തെറ്റാൻ വലിയ പ്രശ്നമില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റാക്കുക. ഓക്കെ, ഇൻറ്റു ചെയ്യണത് ഈ സ്റ്റെപ്പ് ഇതൊക്കെ കറക്റ്റാക്കുക. ഈ 3 സ്റ്റെപ്പും മര്യാദയ്ക്ക് വൃത്തിക്ക് എഴുതണം. ഓക്കെ, ഇനി 7 മാർക്കിൻ്റെയിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, മെട്രിക്സിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇൻവേഴ്സ് വെച്ചിട്ട് എക്സിൻ്റെ വൈൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് വെച്ചിട്ട്, ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ ആ തന്ന ഇക്വേഷനിൽ ഓരോ നമ്പേഴ്സിൻ്റെയും ഓരോ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് മെട്രിക്സ് എടുത്തിട്ട് അതിനെ ഇൻവേഴ്സ് കണ്ടിട്ട് ചെയ്യും. ഓക്കെ, ഇൻവേഴ്സ് മെത്തേഡിൽ ചെയ്യേണ്ടത് എന്നിട്ട് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് മെത്തേഡ്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു സി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതിയെടുക്കേണ്ടത് എക്സ് എന്താ, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, 2 വേരിയബിളാണ് അവിടെ കോളായിട്ട് എഴുതാം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഈ നമ്പേഴ്സിന് മെട്രിക്സ് എന്താ 5 2 3 മൈനസ്, ഇതാണ് എ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഈക്വൽ ടു കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിൻ്റെ കോളം മെട്രിക് 12 - 2. ഇത് ആദ്യം എടുത്ത് എഴുതാം. ഓക്കെ, ഈ 3 മെട്രിക്സ് ആദ്യം എടുത്ത് എഴുതാം. എന്നിട്ട് ഇനി അടുത്ത് ചെയ്യുന്നത് ഈ 3 മെട്രിക്സ് എഴുതിയെടുത്തതിന് ശേഷം അടുത്ത് ചെയ്യുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എഴുതി ഇനി എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് കാണാൻ ഇക്വേഷനാണ് എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് കാണാം. അപ്പോൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 5 2 3 -8, ഡിറ്റർമിനൻ്റ് എന്താ വരിക 3 × -8 എത്രയാണ് -40 ആണ്, -2 × 3 -6 ആണ്, 2 × 3 ഓക്കെ 6 ആണ്, 5 × -8 -40 ആണ്, -3 × 6 3 × 2 6 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് 2 മൈനസ് വന്നാൽ ആഡ് ചെയ്യണം, ടോട്ടൽ -46 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ആദ്യം നമ്മൾ കണ്ടു. 5 × -8 -40 ആണ്, -3 × 2 6 ആണ്, ടോട്ടൽ എന്ത് കിട്ടും -46 എന്ന് കിട്ടും. ഇതാണ് ഡിറ്റർമിനൻ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡ്ജോയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അഡ്ജോയിൻ്റ് എന്താ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അഡ്ജോയിൻ്റ് എന്താണെന്ന് കണ്ടെത്താം. അതിന് മുന്നേ ആദ്യം നമ്മൾ ഇതെടുക്കണം, കോഫാക്ടേഴ്സ് എന്താണെന്ന് കാണാം. അപ്പോൾ അതിൽ C11 C12 C21 C22 ഇതാദ്യം വേണം. C1 ഇങ്ങനെ എഴുതിയിട്ട് -1 -1 ഇങ്ങനെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെയാണ് 1, നടുക്കിൽ രണ്ടും -1 ആണ്. ഇത് കോമൺ ആണ്. C11 C12 C21 C22 ഇത് കോമൺ ആണ്. ഇനി 1 × 5ൻ്റെ ഓപ്പോസിറ്റ് ഏതാ -8, അതിനെ വെച്ചിട്ടാണ് ഇൻറ്റു ചെയ്യണം. 1 × 5ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് -8 ആണ്. അപ്പോൾ അതെന്താ ആൻസർ വരും നമുക്ക് -8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ -8 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് -1 × 2ൻ്റെ ഓപ്പോസിറ്റ് ഏതാ 3 ആണ്. -1 × 3 എന്ത് കിട്ടും -3 തന്നെ കിട്ടും. അതാണ് ഇവിടെ -3 എന്ന്. അടുത്തത് 3ൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഏതാണ് 3ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. 3ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോൾ നമുക്ക് -1 × 2 എന്ന് വരും. -1 × 2 -2 ആണ്. C11 C12 C21 C22
ഈക്വൽ ടു 1 ഇൻറ്റു -8 എന്നാണ് -8 ആണ്. -1 ഇൻറ്റു 3 -3 ആണ്. -1 ഇൻറ്റു 3ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. -1 ഇൻറ്റു 2 -2 ആണ്. അടുത്ത ലാസ്റ്റത്തെ 1 ഇൻറ്റു -8 1 ഇൻറ്റു -8ൻ്റെ ഓപ്പോസിറ്റ് ഏതാ 5 ആണ്. 1 ഇൻറ്റു 5 എന്ന് വരും. അതെന്താ നമുക്ക് കിട്ടുക 1 ഇൻറ്റു 5 5 തന്നെ. അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. 1 ഇൻറ്റു 5 5 തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് C11 C12 എഴുതുന്നത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതാം. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതുന്നത്? ആ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ മെട്രിക്സ് രൂപത്തിൽ എഴുതിയാൽ കോഫാക്ടർ മെട്രിക്സ് ആണ്. -8 -3 -2 5. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇവിടെ കോളല്ലത് പ്രൊവൈഡ് ചെയ്താൽ അഡ്ജോയിൻ്റ് കിട്ടി. -8 -2 -3 5 -3 5. ഓക്കെ, ട്രാൻസ്പോസ് കണ്ടാൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റും കിട്ടി, അഡ്ജോയിൻറ്റും കിട്ടി. ഇതാണ് ഇവിടെ എഴുതിയത്. ഇപ്പോൾ എന്നിട്ട് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1/46. കാരണം നമ്മളിത് -46 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ ഇക്വേഷൻ ഇതാണ്. എ ഇൻവേഴ്സ് കാണാൻ ഇക്വേഷൻ എന്താണ്? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് എന്ത് കിട്ടി? -8 -2 -3 5 ഡിവൈഡഡ് ബൈ -46 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ചെയ്തത് ഈ -46 നമ്മൾ ആ മെട്രിക്സിൻ്റെ ജസ്റ്റ് പുറത്തേക്ക് എടുത്തത്. പുറത്തേക്ക് എടുക്കുമ്പോൾ ബൈ ഉള്ളത് എന്താവും? 1/8. ഓക്കെ, ബൈ ആണ്. അപ്പോൾ അത് 1/, എന്നായിട്ട് എഴുതാം. ഇനിയിപ്പോൾ അവിടെ /6 ആണ് വന്നതെങ്കിൽ 1/6 പുറത്തെടുക്കുക. /10 ആണ് വന്നതെങ്കിൽ 1/10 പുറത്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് എന്താണ്? -46 ആണ് വന്നത്. അപ്പോൾ നമ്മൾ -1/46 പുറത്തെടുക്കും. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് താഴെ വന്നത് അത് പുറത്തെടുക്കുക. -8 -2 -3 5 ഇതാണ് എ ഇൻവേഴ്സ്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എക്സ് കാണണം. എക്സ് കാണാൻ ഇക്വേഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടി. ഇൻറ്റു ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? നമ്മൾ സി അല്ലെങ്കിൽ ബി ഏതാണ് നിങ്ങൾ വേരിയബിൾ എടുക്കണം, അതിനനുസരിച്ച് ചെയ്താൽ മതി. ഒന്നുകിൽ സി അല്ലെങ്കിൽ ബി. ഓക്കെ, അപ്പോൾ മെട്രിക്സ് റോ ഇൻറ്റു കോളം, ഒറ്റ കോളം ചെയ്യണുള്ളൂ. അത് ഒറ്റ ആൻസർ, ഒറ്റ റോയിൽ മാത്രമേ അത് ചെയ്യണം. രണ്ടാമത്തെ കോളം ചെയ്യണം. -8 ഇൻറ്റു 12 പ്ലസ് -2 ഇൻറ്റു -2. ഇത്രയും നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അടുത്ത കോളമല്ല അടുത്ത ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി താഴത്തെ റോ എടുക്കുക. -3 ഇൻറ്റു 12 പ്ലസ് 5 ഇൻറ്റു -2. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -96 + 4 -36 -40 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് കിട്ടുക -92 ആണ്. അടുത്ത് താഴത്ത് കിട്ടുന്ന -46 ആണ്. എന്നിട്ട് രണ്ടിനും എന്ത് കൊടുക്കുക? രണ്ടിനും ബൈ ഉള്ളത് രണ്ട് ടേമിന് കൂടും. -92/46 -46 ആണ്. മൈനസും പ്ലസ് ആയതാണത്. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അത് -92/46 2 -46/46 -46/46 എന്താ 1. അങ്ങനെയാണ് ഇവിടെ എക്സിന് 2ഉം വൈക്ക് 1ഉം കിട്ടിയത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ലാസ്റ്റ് ഈ പുറത്ത് വരുന്നത് ഉള്ളിലോട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, രണ്ടിനും ബൈ കൊടുത്താൽ മതി. -92/-46 എൻ്റെ വാല്യൂ 2 ആണ്. താഴത്തത് -46/-46 എന്ത് കിട്ടും? 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ 2, വൈൻ്റെ വാല്യൂ 1. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് മൊമെൻറ്റ് കാണാനാണ്. എന്താ കാണാൻ പറഞ്ഞാൽ മൊമെൻറ്റ് കാണാൻ. ഏത് പോയിന്റിലാണ്? I + 2j - k-ൻ്റെ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ I + 2j + k ആണ്. ആക്ടിങ് ത്രൂ ദ പോയിന്റ് 2i + 3j - 3k. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
മൊമെൻറ്റ് കാണാം. മൊമെൻറ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട്. മൊമെൻറ്റ് ഈക്വൽ ടു എന്താണ്? മൊമെൻറ്റ് ഈക്വൽ ടു എം ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ഓഫ് എ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ഐ പ്ലസ് 2j പ്ലസ് ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആറ് നമ്മൾ കണ്ടെത്തണം. ആറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആക്ടിങ് ത്രൂ ദ പോയിന്റ് നിന്ന്. ഏതേ ആക്ടിങ് ത്രൂ ദ പോയിന്റ്? ഇതാണ് ആക്ടിങ് ത്രൂ ദ പോയിന്റ്. അതിന്ന് എബൌട്ട് ദ പോയിന്റ്, ഇതാണ് എബൌട്ട് ദ പോയിന്റ്. ആക്ടിങ് ത്രൂ ദ പോയിന്റ് നിന്ന് എബൌട്ട് ദ പോയിന്റ് മൈനസ് ചെയ്താൽ എന്തെന്ന് കിട്ടും? നമുക്ക് 6 കിട്ടും. അപ്പോൾ 2i മൈനസ് ഐ എന്താണ്? ഐ ആണ്. 3j മൈനസ് 2j എന്താ? ജെ ആണ്. പ്ലസ് ജെ ആണ്. വെറും ജെ എന്ന് വെച്ചാൽ പ്ലസ് ജെ ആണ്. മൈനസ് 3k മൈനസ് മൈനസ് കെ, മൈനസ് സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 മൈനസ് വരും. അപ്പോൾ മൈനസ് 3k മൈനസ് മൈനസ് കെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2k. ഇതാണ് 6 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 6 കിട്ടുന്നത് ഐ പ്ലസ് ജെ മൈനസ് 2. അപ്പോൾ ഇങ്ങനെയാണ് ആക്ടിങ് ത്രൂ ദ പോയിന്റ് നിന്ന് എബൌട്ട് ദ പോയിന്റ് മൈനസ് ചെയ്താൽ 6 കിട്ടും. ഓക്കെ, അങ്ങനെ 6ഉം കിട്ടി, എഫും കിട്ടി. എന്നിട്ട് ക്രോസ് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത്. ക്രോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ഡിറ്റർമിൻ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഐ ജെ കെ എന്ന് എഴുതുക. രണ്ടാമത്തെ റോയിൽ ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 6ൻ്റെ നമ്പേഴ്സാണ് രണ്ടാമത്തെ റോയിൽ എഴുതേണ്ടത്. 1 ഇവിടെയും 1 ആണ്, -2. ഓക്കെ ആണല്ലോ? ഐ ജെ കെ മുകളിൽ എഴുതി. രണ്ടാമത്തെ റോയിൽ 6ൻ്റെ നമ്പേഴ്സ് 1 1 -2. മൂന്നാമത്തെ റോയിലോ എഫിൻ്റെ നമ്പേഴ്സാണ് 1 2 1. അങ്ങനെ നമ്മൾ ഡിറ്റർമിൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ ക്രോസ് എഫ് ചെയ്യുന്ന ഡിറ്റർമിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡിറ്റർമിൻ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. എങ്ങനെയാണ്? ഐ എടുത്തു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഐ വരുന്ന റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കി എന്താ വരിക? 1 -2 2 1. 1 × 1 1 തന്നെ. 1 × 1 1 മൈനസ് 2 × -2 എന്ത് വരും? 2 × -2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇപ്പോൾ 1 + 4 നമ്മൾ കുറേ തവണ ചെയ്തിട്ടുള്ളതാണ് ഡിറ്റർമിനൻറ്റ്. അടുത്ത് നമ്മൾ ജെ ക്യാപ്പ് എടുക്കുക. പ്ലസ് മൈനസ് പ്ലസ് ഓർഡർ മറക്കരുത്. ഫസ്റ്റത്തെ പ്ലസ്, രണ്ടാമത്തെ മൈനസാണ്. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു 1 × 1 1 തന്നെ പ്ലസ് 4. അടുത്ത് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 1 × 1 മൈനസ് 1 × -2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 2 എന്ന് വരും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു അടുത്തതോ 1 × 2 മൈനസ് 1 × 1. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വെക്റ്റർ അവിടെ കിട്ടും. വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ വെക്റ്ററിൻ്റെ മോഡുലസ് കണ്ടാൽ മൊമെൻ്റായി. ഓക്കെ ആണല്ലോ? നമ്മൾ ആർ ക്രോസ് എഫ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വെക്റ്റർ കിട്ടും. നമ്മളതെങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 1 + 5 1 + 4 5 ആണ്. ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നമ്പർ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇനി മോഡുലസ് കണ്ടാൽ മൊമെൻ്റായി. അപ്പോൾ √5ൻ്റെ സ്ക്വയർ പ്ലസ് -3ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ എത്രയാണ്? √35 നമുക്ക് കിട്ടും. അപ്പോൾ മൊമെൻറ്റും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ കാണാനാണ്. ഏതിൻ്റെയാണ്? എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണാം. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്ന വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണാം. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് ഇതാണ് നമുക്ക് കിട്ടി. 2i + 3j + k ആണ് വെക്റ്റർ. അതിൻ്റെ മോഡുലസ് എന്താ വരിക? √2² + 3² + 1². അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √14. അപ്പോൾ 2i + 3j + k ഡിവൈഡഡ് ബൈ √14 ആണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യനിൽ എസ്സേയിൽ വരുന്നത് എയും ബിയും 2 പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ലെങ്ത്താണ് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് എന്ന് ചോദിച്ചാലും മാഗ്നിറ്റ്യൂഡ് എന്ന് ചോദിച്ചാലും മോഡുലസ് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നതാണ് എയും ബിയും പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. എ ബി ആദ്യം കാണണം. എന്നിട്ട് ആ കിട്ടിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത്താണ് കാണുന്നത്. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ ബി എങ്ങനെ കാണുക? ബി മൈനസ് എ ആണ്. ഓക്കെ, എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അപ്പോൾ നമ്മൾ ബിയിൽ നിന്ന് എ കുറയ്ക്കുക. ഓക്കെ, അതാണ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത്ത് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒ എ എന്ന് കൊടുത്തിരിക്കുന്നത് എ തന്നെയാണ്. ഓക്കെ, പൊസിഷൻ വെക്റ്ററിന് ഒ എ എന്ന് ഡിനോട്ട് ചെയ്യും. ഒ എ എന്ന് പറയുന്നത് എ തന്നെയാണ്. ഒ ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്.
അപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ബി മൈനസ് എ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ 5y മൈനസ് 3y എന്താണ് 2y ആണ്. 2j മൈനസ് ജെ അതെന്താ ജെ ആണ്. കെ മൈനസ് 0 അവിടെ കെ ഇല്ല, അപ്പോൾ അവിടെ 0. കെ മൈനസ് 0 എന്താണ് കെ തന്നെയാണ്. അങ്ങനെ എ ബി കിട്ടി. ഇനി അതിൻ്റെ ലെങ്ത്ത് കാണാം. ലെങ്ത്ത് എ ബിൻ്റെ മോഡുലസ് നമ്മൾ കാണാം. മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ് ലെങ്ത്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മോഡൽ എല്ലാം ഒന്ന് തന്നെയാണ്. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 1 എന്താ √6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതും കൂടി ഇവിടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ √6 ആണ് ആൻസർ. അപ്പോൾ അത് എ ബി കാണുക, എന്നിട്ട് അതിൻ്റെ മോഡൽസ്. അപ്പോൾ എപ്പോൾ പൊസിഷൻ വെക്റ്റേഴ്സ് തന്നാലോ എന്നിട്ട് വെക്റ്റർ എഴുതാൻ പറഞ്ഞാൽ രണ്ടാമത്തേന്നാണ് ആദ്യത്തെ മൈനസ് ചെയ്യുക. അപ്പോൾ എ ബി ചോദിച്ചാൽ ബി മൈനസ് എ ആണ്. എ സി ചോദിക്കുകയാണെങ്കിലോ സി മൈനസ് എ ആണ്. പി ക്യു ചോദിക്കുകയാണെങ്കിൽ ക്യൂ മൈനസ് പി ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ആറാമത്തേൽ എ വരുന്നത്, എ പാർട്ടിൽ. ഇനി അതിൽ ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ എന്താ നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് യൂണിറ്റ് വെക്റ്ററാണ് കാണാൻ പറഞ്ഞത്. ഏതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞത് എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്ററാണ് കാണാൻ പറഞ്ഞത്. എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്ററാണ് കാണാൻ. എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ടുള്ള വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. ഓക്കെ, എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. അപ്പോൾ ആദ്യം എ ക്രോസ് ബി കാണാം, എന്നിട്ട് എ ക്രോസ് ബി എന്ന് പറയുന്ന ആ വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്ററാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെക്റ്റർ എങ്ങനെയാണ് വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ്. അപ്പോൾ ആദ്യം നമ്മൾ എ ക്രോസ് ബി കാണുക, എന്നിട്ട് ആ വെക്റ്ററിൻ്റെ മോഡുലസ് കാണുക, എന്നിട്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിരിക്കുക. അതാണ് യൂണിറ്റ് വെക്റ്റർ. ചെയ്യുന്നത് എങ്ങനെ നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്, യൂണിറ്റ് വെക്റ്ററാണ് കാണേണ്ടത് ഏതിൻ്റെ എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വെക്റ്ററിൻ്റെ. അപ്പോൾ ഇവിടെ നോക്കാം, എക്കും ബിക്കും വരുന്ന പെർപെൻഡിക്കുലറായിട്ട് വരുന്ന വെക്റ്റർ ഏതാണ് എ ക്രോസ് ബി ആണ്. അപ്പോൾ എ ക്രോസ് ബി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ജെ കെ എന്ന് എഴുതി. രണ്ടാമത്തെ റോയിൽ എൻ്റെ നമ്പേഴ്സാണ് എഴുതേണ്ടത്. 4 - 1 3. മൂന്നാമത്തെ റോയിൽ ബിൻ്റെ നമ്പേഴ്സാണ് -2 1 -2. ഓക്കെ, ഇനി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ തന്നെ ഐ എടുക്കുക. ഐ വരുന്ന കോളർ റോയി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് നമ്മൾ 3/3 കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി കിട്ടും. എന്നിട്ട് അതിൻ്റെ മോഡുലസ് കാണാം. മോഡുലസ് കാണുമ്പോൾ എ ക്രോസ് ബിൻ്റെ മോഡുലസ് ആണ് ഇനി കാണേണ്ടത്. മോഡുലസ് എ ക്രോസ് ബി ചെയ്യുന്നിട്ട് മോഡുലസ് കാണാം. റൂട്ട് ഓഫ് മൈനസ് ഐ ആണ്. അപ്പോൾ അവിടുത്തെ നമ്പർ ഏതാ -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു 1 + 4 + 4 ഈക്വൽ ടു √9 എന്ന് കിട്ടും. ഓക്കെ, അതാണ് മോഡുലസ്. അപ്പോൾ ആ വെക്റ്റർ എ ക്രോസ് ബി കിട്ടി, ഡിവൈഡഡ് ബൈ മോഡുലസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ആ വാല്യൂ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടി യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ അങ്ങനെ എഴുതാൻ യൂണിറ്റ് വെക്റ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യനിൽ പറയുന്നത് എയും ബിയും തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്താണ് ചെയ്യണം. ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ആണ്, എ ബി അല്ല. എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? എയും ബിയും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എ പ്ലസ് ബി എന്താണെന്ന് കാണാം. എ പ്ലസ് ബി ആദ്യം ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഐകൾ തമ്മിൽ ഒരുമിച്ച് ആഡ് ചെയ്യാം. ഐ + 2y 3i പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് തന്നെ. ഇനി അടുത്തത് 3j + -j. പ്ലസ് മൈനസ് വന്നാൽ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ 3j - j എത്രയാ? 2j + 2k + k 3k. ഇതാണ് എ പ്ലസ് ബി. ഇനി ഇതേപോലെ തന്നെ എ മൈനസ് ബി ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഐകൾ തമ്മിൽ ഒരുമിച്ച് മൈനസ് ചെയ്യാം. എ മൈനസ് ബി ചെയ്യാം. അപ്പോൾ എന്താ വരിക? I - 2i. I - 2i എന്താണ്? മൈനസ് ഐ ആണ്. വലിയ നമ്പറിന് ചെറിയ നമ്പറിന് വലിയ നമ്പർ ഉറയ്ക്കുമ്പോൾ മൈനസ് ഇടും. അപ്പോൾ I - 2i മൈനസ് ചെയ്താൽ പിന്നെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് തന്നെ ഇടാം. 3j - -j. ഓക്കെ ആണല്ലോ. 3j - -j പ്ലസ് 2k - k. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് -i പ്ലസ് 3j - -j 4j ആണ്, പ്ലസ്
2k മൈനസ് k ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന a മൈനസ്. അപ്പോൾ a പ്ലസ് ബിയും കിട്ടി, a മൈനസ് ബിയും കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ക്രോസ് ചെയ്യാം. ഓക്കെ, a പ്ലസ് ബി കിട്ടി, a മൈനസ് ബി കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് a പ്ലസ് ബി ക്രോസ് a മൈനസ് ബി. ഫസ്റ്റത്തെ റോയിൽ ഐ ജെ കെ എന്ന് എഴുതുക. രണ്ടാമത്തെ റോയിൽ a പ്ലസ് ബിൻ്റെ നമ്പേഴ്സാണ് എഴുതേണ്ടത്. 3, 2, 3 അതാണ് ഇവിടെ. a പ്ലസ് ബിൻ്റെ a മൈനസ് ബിൻ്റെ നമ്പേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ 3/3 ഡിറ്റർമിനൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഐ എടുക്കുക. ഐ വരുന്ന റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കി എന്താ ഉണ്ടാവുക? 2 × 1 2 തന്നെ. ഇൻറ്റു ചെയ്താൽ പിന്നെ നടക്കില്ല, മൈനസ് ആണെടുത്ത് 4 × 3 12 മൈനസ് ജെ. മൈനസ് ആണ് നമ്മൾ ഓർഡർ, പ്ലസ് മൈനസ് പ്ലസ് ആണ്. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു അടുത്തത് വരിക ജെ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി 3 3 -1. അപ്പോൾ 3 × 1 3 തന്നെ. മൈനസ് -1 × 3 അതെന്താ? -3. അങ്ങനെയാണ് ഇവിടെ 3 + 3 ആയത്. അടുത്തത് എന്ത് വരും? കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് വരുന്ന റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കി എന്താ ഉണ്ടാവുക? 4 × 3 12 ആണ്. മൈനസ് -1 × 2 -2. അങ്ങനെയാണ് 12 + 2 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഐ ക്യാപ്പ് ഇൻറ്റു 2 - 12 എന്താണ്? -10 ആണ്. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 3 + 3 എന്താ? 6 ആണ്. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 12 + 2 14 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വരിക -10 ഐ ക്യാപ്പ് -3 ജെ ക്യാപ്പ് -6 ജെ ക്യാപ്പ് പ്ലസ് 40 കെ ക്യാപ്പ്. അങ്ങനെയാണ് വരിക. ഓക്കെ, ഇവിടെ മൈനസ് ഇടണം, അത് ഇടാതെ പോയതാണ്. ഇപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് ഉണ്ട്. 2 - 12 എന്താണ്? -10 ആണ്. അപ്പോൾ ഐ ക്യാപ്പ് -10 മൈനസ് ജെ ക്യാപ്പ് 6 ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് 40 ഇങ്ങനെയാണ് വരിക. കെ ക്യാപ്പ് 40. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് എന്ത് എഴുതണം? മുന്നിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഐ ക്യാപ്പ് -10 ജെ ക്യാപ്പ് 6 പ്ലസ് കെ ക്യാപ്പ് 40 ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? നമ്പർ മുന്നിൽ എഴുതാം. -10 ഐ ക്യാപ്പ് -6 ജെ ക്യാപ്പ് പ്ലസ് 14 കെ ക്യാപ്പ്. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഇടാൻ മറക്കരുത്. ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരിക. -10 ഐ ക്യാപ്പ് -6 ജെ ക്യാപ്പ് പ്ലസ് 14 കെ ക്യാപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് a + b ക്രോസ് a - 2. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിച്ച് വായിക്കുക, എന്താ കാണാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കി, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ബി പാർട്ടാണ്. ബി പാർട്ടിൽ വരുന്നത് പീൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് വെക്റ്റേഴ്സും എന്താണ്? പെർപെൻഡിക്കുലറാണ്. ഓക്കെ, തന്ന രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണെങ്കിൽ പീൻ്റെ വാല്യൂ എന്താ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ തന്ന രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് എയും ബിയും ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, തന്ന വെക്റ്റേഴ്സിന് എയും ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ്? പി ആണ് കാണുന്നത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ a.bൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ a.bൻ്റെ വാല്യൂ എന്താണ്? 0. അപ്പോൾ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ എന്ന് വന്നാൽ എപ്പോഴും a ക്രോസ് b അല്ല. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു a ആൻഡ് b ആണ് ചോദിക്കണമെങ്കിൽ അവിടെയാണ് a ക്രോസ് b ചെയ്യേണ്ടത്. ഓക്കെ, പീൻ്റെ വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് a.b ആണ്. മാറിപ്പോവരുത്, a.b ചെയ്യാം. ഓക്കെ, a.b a ക്രോസ് b കൃത്യമായിട്ട് പഠിക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്ന്. a ക്രോസ് b ആണെങ്കിൽ ij ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡോട്ട് ആണെങ്കിൽ ജസ്റ്റ് ഇൻഡ്യൂ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എയും ബിയും നമ്മൾ എടുത്തിട്ടുണ്ട്. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ a.b ചെയ്യുക. അതിൻ്റെ വാല്യൂ 0നോട് ഈക്വൽ ആണ്. കാരണം എന്താണ്? ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ a.b എങ്ങനെ ചെയ്യുക? 2 × 3 പ്ലസ് -5 × 1 പ്ലസ് 3 × p ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ 2 × 3 6 ആണ്. പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ആണ്. 5 × 1 5 ന് 3 × p 3p = 0 എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 - 1 എത്രയാണ്? 1 ആണ്. 1 + 3p = 0 ആണ്. 1 + 3p = എന്താണ്? 0 ആണ്.
അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മളിങ്ങനെ ചെയ്യേണ്ടായിരുന്നു എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണണം അതുപോലെ തന്നെയാണ് പീൻ്റെ വാല്യൂ കാണുന്നത്. 3p വരുന്ന ടേം അവിടെ വയ്ക്കുക. +1 ഉള്ളത് സൈഡ് മാറുമ്പോൾ -1 ആവും. പീൻ്റെ വാല്യൂ മാത്രമാണ് നമുക്ക് വേണ്ടത്. -1 ഉള്ളത് -1/3 ഉള്ളത് എന്താവും 3 ഇൻറ്റു ആണ് അതെന്താവും ഡിവിഷൻ. അങ്ങനെയാണ് -1/3. അപ്പോൾ പീൻ്റെ വാല്യൂ ആണ് കാണണമെങ്കിൽ A.B = 0 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് A ക്രോസ് B ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P സോ ദാറ്റ് A ആൻഡ് B ആർ പെർപെൻഡിക്കുലർ എന്ന് ചോദിച്ചാൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്? A.B ആണ്, ക്രോസ് അല്ല, A.B ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. എയും ബിയും സിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കുക A ഏതാ B ഏതാന്നൊക്കെ മനസ്സിലാക്കുക. ഫസ്റ്റ് തരുന്നതാണ് A, ആ ഓർഡറിൽ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതിയത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കും ആ വെക്റ്റേഴ്സ് ഉണ്ടാവും A, B, C. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? വെക്റ്റേഴ്സ് A Bയും B Cയും A Cയും എന്താണെന്ന് കാണാം. A B നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എയും ബിയും കിട്ടിയത് കഴിഞ്ഞാൽ A B എങ്ങനെയാണ്? B - A ആണ്. B C എങ്ങനെയാണ് കാണുക? C - B ആണ്. A C എങ്ങനെയാണ് കാണുക? C - A ആണ്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ A B കാണുക, B C കാണുക, A C കാണുക. ഇത്തിരി ചെയ്താൽ മതി. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ OA എന്ന് പറയുന്നത് A തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. OA എന്ന് പറയുന്നത് A തന്നെയാണ്. OB എന്ന് പറയുന്നത് B ആണ്. OC എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അത് ജസ്റ്റ് പൊസിഷൻ വെക്റ്റർ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ AB എന്ന് പറയുന്നത് B - A ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് B - A ആണ്. B എന്താണെന്ന് നോക്കാം. അപ്പോൾ 5i - 4i I ആണ്. 6i - 5j J ആണ്. 4k - 6k അതിൻ്റെ വാല്യൂ എന്താണ്? -2. അപ്പോൾ AB എന്താണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? BC ചെയ്യുക. C - B ആണ് കേട്ടോ. C - B. ഓക്കെ, C - B ചെയ്യാം. C - B ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6i - 5i പ്ലസ് C - B ചെയ്യുമ്പോൾ 6i - 5i I തന്നെയാണ്. C - B. ഓക്കെ, ഇവിടെ B ആണ് കേട്ടോ. 6i - 5i എന്താണ്? I ആണ്. 4j - 6j -2j ആണ്. 5k - 4k എത്രയാണ്? K ആണ്. ഓക്കെ, അങ്ങനെ B Cയും കിട്ടി. AC എന്ന് പറയുന്നത് C - A ആണ്. C ന്ന് A കുറയ്ക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടച്ച് ഐ ക്യാപ്പ് നമ്മൾ ഒരുമിച്ച് മൈനസ് ചെയ്യാം, പ്ലസ് ജെ ക്യാപ്പ് ഒരുമിച്ച് മൈനസ് ചെയ്യാം, പ്ലസ് കെ ക്യാപ്പ് ഒരുമിച്ച് മൈനസ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ 2i - j - k. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ. എയും ബിയും തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ A.B എന്തെന്ന് കാണിക്കുക? 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് A.B എന്താണെന്ന് കാണിക്കുക? 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. ഇപ്പോൾ A.B കാണാം. A.B എന്ന് പറയുന്നത് 6i + 2j + 3k ആണ്. ഡോട്ട് I + 3j - 4k. അപ്പോൾ 6 × 1 + 2 × 3 + 3 × -4 ചെയ്യുന്നത് വരുമ്പോൾ 6 × 1 6 തന്നെ, 2 × 3 6 ആണ്, 3 × -4 എന്താണ്? -12. അപ്പോൾ 6 + 6 12 ആണ്. 12 - 6 + 6 12 ആണ്. 12 - 12 എന്താണ്? 0 എന്ന് കിട്ടി. അപ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എയും ബിയും പെർപെൻഡിക്കുലർ ആണ് നമുക്ക് പറയാം. ഇനിയിപ്പോൾ 0 അല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ എഴുതാൻ എന്താണ്? എയും ബിയും പെർപെൻഡിക്കുലർ അല്ല എന്ന് എഴുതാം. 0 കിട്ടുന്നതാണെങ്കിൽ എയും ബിയും എന്താണ്? പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പെർപെൻഡിക്കുലറിൻ്റെ 3 കേസസ് ആണ് വരുന്നത്. ഒന്ന്, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A ആൻഡ് B. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? A ക്രോസ് B ആണ് കാണേണ്ടത്. എന്നിട്ട് മോഡുലസ് കാണാൻ 2 കൂടി ഡിവൈഡ് ചെയ്യും. രണ്ടാമത്തെ കേസ് Pൻ്റെ വാല്യൂ കാണാനാണ്. എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? A.B = 0 കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് Pൻ്റെ വാല്യൂ കാണും. മൂന്നാമത്തെ കേസ് എയും ബിയും പെർപെൻഡിക്കുലർ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? A.B കാണാം. A.B കാണുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ് നോക്കുക? 0ക്ക് ഈക്വൽ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. ഈ 3 കേസും മറക്കരുത്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.